മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 242ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. കാലി മ്യൂറിയാറ്റിക്കം. ലക്ഷണങ്ങളുടെ സമൃദ്ധി തന്നെയുള്ള ഒരു ഔഷധമാണ് കാലിമൂർ. ധാരാളം മെൻ്റൽ സിംറ്റംസും മറ്റ് സിംറ്റംസും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം ഉപയോഗ സാധ്യതയും ഈ ഔഷധത്തിനുണ്ട്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം. സിംറ്റംസ് അപ്പിയർ ഇൻ ദ മോർണിംഗ്, ഫോർനൂൺ, ആഫ്റ്റർനൂൺ, ഈവനിങ്, നൈറ്റ്, ബിഫോർ മിഡ് നൈറ്റ്, ആഫ്റ്റർ മിഡ് നൈറ്റ്. അപ്പോൾ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുന്ന സമയം ഏതാണ്ട് എല്ലാ സമയം തന്നെയുണ്ട്. 24 മണിക്കൂറിൽ ഏത് സമയമാകാം. അത് തന്നെ നൈറ്റ് എന്നുള്ളതാണ് ഇറ്റാലിക്സ് കൊടുത്തിരിക്കുന്നത്. രാത്രിയാണ് കൂടുതലും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ സാധ്യത കൂടുതലുള്ളത്. അവേർഷൻ ടു ദ ഓപ്പൺ എയർ ആൻഡ് സെൻസിറ്റീവ് ഡ്രാഫ്റ്റ്സ്. നമ്മൾ നേരത്തെ കാലി ഏടാരത്തിൽ കണ്ടതിന് നേരെ വിരുദ്ധമായി തുറന്ന വായുവിൽ ലക്ഷണങ്ങൾ വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് കാലിമൂറിലുള്ളത്. അസ്ലീപ് ഫീലിംഗ് ഇൻ സിംഗിൾ പാർട്സ്. ഒറ്റപ്പെട്ട അവയവങ്ങൾ അത് മാത്രമായി ഉറങ്ങിപ്പോയതുപോലെയുള്ളൊരു അനുഭവം. ഡ്രെഡ് ഓഫ് ബാത്തിങ് ആൻഡ് വേഴ്സ് ഫ്രം ബാത്തിങ്. കുളിയെ ഭയം, കുളിക്കുന്നതിനോട് ഭയം, കുളിക്കുന്നതുകൊണ്ട് ലക്ഷണങ്ങൾ വർദ്ധിക്കൽ. കോൾഡ് ഇൻ ജനറൽ മേക്സ് ദ സിംറ്റംസ് വേഴ്സ്. പൊതുവെ തണുപ്പ് കൊണ്ടാണ് വർധന. വേഴ്സ് ഫ്രം കോൾഡ് എയർ. തണുത്ത വായു കൊണ്ട് സ്ഥിതിഗതികൾ കൂടുതൽ മോശമാകുന്നു. വേഴ്സ് ഫ്രം ബിക്കമിങ് കോൾഡ്. വേഴ്സ് ഫ്രം കോൾഡ് വെറ്റ് വെതർ. തണുത്തതും ഈർപ്പമുള്ളതുമായിട്ടുള്ള കാലാവസ്ഥയിൽ വർദ്ധിക്കുന്നു. തണുത്ത വായു കൊണ്ട് വർദ്ധിക്കുന്നു. തണുപ്പടിക്കുന്നതിൽ വർദ്ധിക്കുന്നു. ഇറ്റ് ഹാസ് ബീൻ എ യൂസ്ഫുൾ റെമഡി ഇൻ മെനി കൈൻഡ്സ് ഓഫ് കൺവൾഷൻസ്, ക്ലോണിക്, എപ്പിലെപ്റ്റിക്, എപ്പിലെപ്റ്റിഫോം, ഇന്റേണൽ. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള കൺവൾഷൻസ്, വലിച്ചുകോച്ചലുകൾ, അനിയന്ത്രിതമായ പേശീചലനങ്ങൾ, എപ്പിലെപ്റ്റിക് നേച്ചറുള്ളതും ക്ലോണിക് ആയിട്ടുള്ള ഇൻവോളണ്ടറി ജേർക്കിംഗ് ആയിട്ടുള്ളതും ആന്തരികമായിട്ടുള്ളതും ഒക്കെ കാലിമൂർ കവർ ചെയ്യുന്നുണ്ട്. വേഴ്സ് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ഫ്രം എക്സേർഷൻ. ഭക്ഷണത്തിന് ശേഷവും അധ്വാനത്തിന് ശേഷവും ലക്ഷണങ്ങൾ വർദ്ധിക്കും. ഫെയിൻറ്റിങ് സ്പെൽസ്. ഇടക്ക് ആൾ മൊത്തം ബോധക്ഷയം ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. വേഴ്സ് ഫ്രം കോൾഡ് ഫുഡ്, ഫാറ്റ് ഫുഡ്, കോൾഡ് ഡ്രിങ്ക്സ്. തണുത്തതും കൊഴുപ്പുള്ളതുമായ ഭക്ഷണം, തണുത്ത പാനീയങ്ങൾ എന്നുകൊണ്ട് ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു. ഫോമിക്കേഷൻ ഇൻ മെനി പാർട്സ്. പല ശരീരഭാഗങ്ങളിലും ഉറുമ്പരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പുഴു ഇഴയുന്നത് പോലെയുള്ള തോന്നൽ. സെൻസേഷൻ ഓഫ് ഫുൾനെസ്. ശരീരമാകെ നിറഞ്ഞിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നിറഞ്ഞിരിക്കുന്ന പോലുള്ളൊരു തോന്നൽ. ഈസി ബ്ലീഡിങ് ഓഫ് എനി പാർട്സ്, ബ്ലഡ് ഡാർക്ക് ആൻഡ് ക്ലോട്ടഡ്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും രക്തവാർച്ച ഉണ്ടാകാം. അത് ഡാർക്ക് കളറിലുള്ളതാണ്, ഇരുണ്ട നിറത്തിലുള്ളതാണ്, കട്ട പിടിച്ച രക്തമാണ്. ഹെവിനെസ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ. ആന്തരികവും ബാഹ്യവുമായ ഒരു ഭാരത്തിൻ്റെതായ അനുഭവം. ഇൻറ്ററേഷൻ ഓഫ് മെനി ടിഷ്യൂസ് ഇൻ ഗ്ലാൻഡ്സ്, ഇൻ മസിൽസ്. പേശികളിലും ഗ്രന്ഥികളിലും കല്ലിപ്പ്. ഇൻഫ്ലമേഷൻ ആൻഡ് ദ റിസൾട്ട്സ് ഓഫ് ഇൻറ്റുറേഷൻ. ഇൻഫിൽട്രേഷൻ ഫോളോവിങ് ഇൻഫ്ലമേഷൻ. ഹെപ്പറ്റൈസേഷൻ ആഫ്റ്റർ ന്യൂമോണിയ. അപ്പോൾ വീക്കമുണ്ട്, കല്ലിക്കുന്നത് കൊണ്ടുള്ള ശരീരത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഭാഗത്തിൽ കല്ലിക്കുന്നതിനെ തുടർന്ന് അവിടെ വീക്കമുണ്ടാകാം. വീക്കത്തിനെ തുടർന്ന് ശരീരദ്രാവകങ്ങൾ ഊർന്നിറങ്ങി നീർക്കെട്ടുണ്ടാകുന്ന അവസ്ഥയുണ്ടാകാം. ന്യൂമോണിയ വന്ന ശേഷം ശ്വാസകോശം കട്ടിയായി പോകുന്നൊരു സാഹചര്യം. ഇതിൽ കൽക്കേറിയമായിട്ടും സൾഫറുമായിട്ടും കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. മാർക്ക്ഡ് ലാസിറ്റ്യൂഡ്. ആകെ ഒരു തളർന്ന അവസ്ഥ, ക്ഷീണം, അത് വളരെ ശ്രദ്ധേയമാണ്. ഡിസയർ ടു ലൈ ഡൗൺ. എപ്പോഴും കിടക്കണമെന്നുള്ളൊരു ആഗ്രഹം. കംപ്ലൈൻസ് ഫ്രം ലിഫ്റ്റിംഗ് ആൻഡ് സ്ട്രെയിനിങ് ഓഫ് മസിൽസ് ആൻഡ് ജോയിൻസ്. എന്തെങ്കിലും ഭാരം ഉയർത്തുന്നതുകൊണ്ട് പേശികളും സന്ധികളും അധ്വാനിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾ. ലൈയിങ് മേക്സ് മെനി സിംറ്റംസ് വേഴ്സ് ആഫ്റ്റർ ലൈയിങ്. അപ്പോൾ കിടക്കാൻ ആഗ്രഹമാണെന്ന് പറഞ്ഞു, പക്ഷേ കിടക്കുന്നതുകൊണ്ട് പല ലക്ഷണങ്ങളും മോശമാകും. കിടന്നതിന് ശേഷം മോശമാകും. വേഴ്സ് ലൈയിങ് ഇൻ ബെഡ്. കിടക്കയിൽ കിടക്കുന്നതുകൊണ്ട് ലക്ഷണങ്ങൾ വർദ്ധിക്കും. വേഴ്സ് ലൈയിങ് ഓൺ റൈറ്റ് സൈഡ്. വലതുവശം തിരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ സ്ഥിതിഗതികൾ വളരെ മോശമാകും. വേഴ്സ് ലൈയിങ് ഓൺ ദ പെയിൻഫുൾ സൈഡ്. ബെറ്റർ ലൈയിങ് ഓൺ ദ പെയിൻലെസ് സൈഡ്. വേദനയില്ലാത്ത ഭാഗത്ത് കിടന്നാൽ മെച്ചമുണ്ട്, വേദനയുള്ള ഭാഗത്ത് ചേർന്നാണ് കിടക്കുന്നതെങ്കിൽ വർദ്ധിക്കും. വേഴ്സ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസ്. വേഴ്സ് ഫ്രം മോഷൻ. ആർത്തവകാലത്തും അതിന് മുൻപും ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു.
ചലനം കൊണ്ടും ഈ അവസ്ഥയിൽ വർധനമുണ്ടാകാം. ഇൻക്രീസ്ഡ് മ്യൂക്കസ് ഡിസ്ചാർജസ് വിസിഡ് ആൻഡ് മിൽക്ക് വൈറ്റ്. കട്ടിയുള്ളതും പാല് പോലെ വെളുത്തതുമായിട്ടുള്ള ഡിസ്ചാർജസ് ആണ് ഉണ്ടാകുന്നത്. മിൽക്കി വൈറ്റ് ഡിസ്ചാർജ് കാലിമോറിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ദ പെയിൻസ് ആർ ബൈറ്റിംഗ്, ബ്രൂയിസ്ഡ്, ബേണിംഗ്, കട്ടിംഗ്, ജേർക്കിംഗ്, പിഞ്ചിങ്, പ്രസ്സിംഗ്, സ്റ്റിച്ചിങ്. വേദനയും എല്ലാ തരത്തിലുള്ള വേദനയുണ്ടെന്ന് അർത്ഥം. സ്റ്റിച്ചിങ് പെയിൻസ് ഔട്ട്വേർഡ് ട്രാൻസ്വേഴ്സ്ലി ഇൻ ഗ്ലാൻഡ്സ്. ഗ്രന്ഥികളിൽ പുറമേക്കുള്ള പോലെ കുത്തുന്ന പോലുള്ള വേദന, കുറുകെ ഇങ്ങനെ വലിക്കുന്ന പോലുള്ള വേദന. ഇൻ മസിൽസ്, പേശികളിലും അത്രയും വേദനയുണ്ട്. പേശികളുടെ വേദന ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. ടീറിങ് ഡൗൺവേർഡ് ഇൻ മസിൽസ്, പേശികൾ താഴേക്ക് വലിച്ചു കയറുന്നത് പോലുള്ള അനുഭവം. ട്വിങ്കിങ് ആൻഡ് അൾസറേറ്റീവ് പെയിൻസ്, പെട്ടെന്ന് വരുന്ന ഷോർട്ടായിട്ടുള്ള പെയിൻസ്, വ്രണങ്ങളിലുള്ള പോലുള്ള പെയിൻസ്. പാരലിസ് വൺ സൈഡഡ് ഓഫ് ഓർഗൻസ്, ശരീര അവയവങ്ങളിൽ ഒരു വശത്ത് മാത്രമുള്ള തളർച്ച. പൾസ് ഫുൾ, ഹാർഡ്, ഇൻ്റർമിറ്റൻറ്റ്, ഇറഗുലർ, സ്ലോ, സ്മാൾ, സോഫ്റ്റ്. അപ്പോൾ സ്പന്ദനങ്ങൾ, നാടിമിടിപ്പ് കട്ടിയുള്ളതുകൊണ്ട്, ഇടക്കിടക്ക് വിട്ടുവരുന്നതുകൊണ്ട്, ക്രമരഹിതമായതുകൊണ്ട്, സാവകാശമായതുകൊണ്ട്, മൃദുവായതുകൊണ്ട്. നാഡീസ്പന്ദനങ്ങളിലും ക്രമരാഹിത്യമുണ്ട്, പലതരത്തിലും ക്രമം തെറ്റി വരാമെന്നർത്ഥം. ജനറൽ പൾസേഷൻ, പൊതുവെ ശരീരം വിങ്ങുന്ന ഒരു അനുഭവം. മാർക്ക്ഡ് റിലാക്സേഷൻ ഓഫ് മസിൽസ്, പേശികൾ തളർന്ന് അയഞ്ഞൊരവസ്ഥ. റൈസിംഗ് ഫ്രം സിറ്റിംഗ് ഇൻക്രീസസ് ഓർ ബ്രിങ്സ് ഓൺ സിംറ്റംസ്, ഇന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ആ എഴുന്നേൽക്കുന്നത് കൊണ്ട് ലക്ഷണങ്ങൾ പുറത്തു വരുന്നു. റബ്ബിംഗ് അമീൽറേറ്റ് സിംറ്റംസ്, ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് ഉരസിയാൽ, തിരുമിയാൽ ലക്ഷണങ്ങൾ വർദ്ധിക്കും. സെൻസിറ്റീവ് ടു പെയിൻ, വേദനയോട് വളരെയധികം സംവേദനക്ഷമതയുള്ള രോഗിയാണ് കാലിമോർ. കംപ്ലൈൻസ് വൺ സൈഡഡ്, ഈതർ സൈഡ്, മോസ്റ്റ്ലി ലെഫ്റ്റ്. ഒരു വശം മാത്രമുള്ള പ്രശ്നങ്ങളുണ്ടാവാം, രണ്ടു വശമാകാം, എങ്കിലും കൂടുതലും ഇടതുവശമാണ്. കംപ്ലൈൻസ് വേഴ്സ് വൈൽ സിറ്റിംഗ്, ഇരിക്കുമ്പോൾ ലക്ഷണങ്ങൾ വർദ്ധിക്കുന്നു. സ്ലഗ്ഗിഷ് പേഷ്യൻസ്, ഫീബിൾ റിയാക്ഷൻ, പൊതുവെ ഒരു സ്ലഗ്ഗിഷ് നേച്ചർ കാലിമോറിലുണ്ട്. റിയാക്ഷൻ വളരെ തളർന്ന തരത്തിലുള്ളതാണ്. സ്ലോ റിപ്പയർ, ഒരു മുറിവൊന്നൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സുഖപ്പെടാൻ താമസിക്കും. സ്ലോ കൺവാലസൻസ്, രോഗാവസ്ഥകളിൽ നിന്നും വീണ്ടും ആരോഗ്യത്തിലേക്ക് വരുന്നതും സാവകാശത്തിലായിരിക്കും. സ്വെല്ലിംഗ് ഓഫ് പാർട്സ് ഓഫ് ഗ്ലാൻഡ്സ്, ശരീരഭാഗങ്ങളിൽ ഗ്രന്ഥികളിലൊക്കെ വീക്കം. ഫീലിംഗ് ഓഫ് ടെൻഷൻ ഇൻ മസിൽസ്, പേശികളിൽ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നുള്ള അനുഭവം. അഗ്രവേഷൻ ഫ്രം ടച്ച്, സ്പർശനം കൊണ്ട് വർദ്ധിക്കുന്നു. ട്വിച്ചിങ് ഓഫ് മസിൽസ്, പേശികളിൽ അനിയന്ത്രിതമായ വലിച്ചുകോച്ചലുകൾ. വാംത്ത് ഓഫ് ബെഡ് മേക്സ് സം സിംറ്റംസ് വേഴ്സ്, കിടക്കുമ്പോൾ വർദ്ധിക്കുന്നത് കണ്ടു, കിടക്കയുടെ ചൂട് ചില ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കും. വീക്ക്നെസ് ഓഫ് ദ വോൾ ബോഡി ഇൻ ദ മോർണിംഗ്, ഇൻ ഈവനിങ്, ആഫ്റ്റർ അക്യൂട്ട് കാറ്ററൽ ഡിസീസ് ഫ്രം വാക്കിംഗ്. അപ്പോൾ ശരീരത്തിൻ്റെ ഒരു തളർച്ച, ഒരു അവസ്ഥ ശരീരം മൊത്തത്തിലുണ്ടാകാം. അത് പ്രഭാതത്തിലാകാം, സായനത്തിലാകാം, അക്യൂട്ടായിട്ടുള്ള കഫസംബന്ധമായിട്ടുള്ള ജലദോഷം, നീരിറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു മൊത്തത്തിൽ ശരീരത്തിൻ്റെ ക്ഷീണം ഉണ്ടാകാം. നടക്കുന്നതുകൊണ്ട് ക്ഷീണം ഉണ്ടാകാം. വേഴ്സ് ഇൻ വെറ്റ് വെതർ, ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഈ ഒരു തളർച്ച കൂടുതൽ മോശമാകും. ഇറിറ്റബിലിറ്റി ആൻഡ് ആങ്കർ ഇൻ ദ ഈവനിങ്, സായാഹ്ന സമയത്ത് ആകെ ഒരു അസ്വസ്ഥത, ദേഷ്യം വരില്ല. ഇൻ ദ ഈവനിങ് എബൌട്ട് ട്രൈഫിൾസ്, സായാഹ്നത്തിൽ നിസ്സാര കാര്യങ്ങളെക്കുറിച്ചാണ് ഇതുണ്ടാകുന്നത്. നിസ്സാര കാര്യങ്ങളെക്കുറിച്ച് ദേഷ്യപ്പെടാം, അസ്വസ്ഥനാകാം. ഷീ ഹാസ് എ ഡെല്യൂഷൻ ദാറ്റ് ഷീ മസ്റ്റ് നോട്ട് ഈറ്റ്. ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകളിലാണ് കൂടുതൽ പ്രവണമായിട്ട് വരുന്നത്. താൻ ആഹാരം കഴിക്കരുത്, അങ്ങനത്തെ ഒരു ഡെല്യൂഷൻ, ഒരു മിഥ്യാധാരണ. ഡിസ്കണ്ടൻറ്റ് ആൻഡ് ഡിസ്കറേജ്, ആകെ ഒരു നിരാശപ്പെട്ട് നഷ്ടധൈര്യമാകുന്നൊരവസ്ഥ, ധൈര്യം നഷ്ടപ്പെട്ട അവസ്ഥ. ഡൾനെസ് ഓഫ് മൈൻഡ്, മനസ്സാകെ ഡള്ളായി മാന്ദ്യത്തിലാണ്. മെൻ്റൽ എക്സൈറ്റ്മെൻറ്റ്, മാനസികമായ ഉത്തേജിതാവസ്ഥ. ഫിയർ ദാറ്റ് സം ഈവിൾ വിൽ കം ടു ഹിം, എന്തോ മോശമായത് തനിക്ക് സംഭവിക്കും എന്നുള്ളൊരു ഭയം. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് വിത്ത് ദ ബെനിഫിറ്റ് ഓഫ് ഇംബെസിലിറ്റി, ഈ മൗഢ്യത്തിൻ്റെ അവസ്ഥയിൽ ഒന്നും ചെയ്യാതെ, ഒന്നും ചിന്തിക്കാതെ, ഒരു മൂഢനെ പോലെ അല്ലെങ്കിൽ മൂഢയെ പോലെ ഇരിക്കുന്നൊരു സാഹചര്യത്തിൽ കാലിമോറിൻ്റെ ജനറൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് സുഖപ്പെടുത്തും. ഇൻഡിഫറൻസ് ടു ഓൾ പ്ലഷർ, എല്ലാവിധ ആനന്ദങ്ങളോടും എല്ലാവിധ സുഖങ്ങളോടും സന്തോഷങ്ങളോടും. പ്ലഷർ എന്ന് പറയുമ്പോൾ കൂടുതലും ശാരീരികമാണ്. അത്തരം പ്ലഷറിനോട് ഇൻഡിഫറൻസ്, അതിനോടൊരു താല്പര്യമില്ലായ്മ. ഇൻസാനിറ്റി ആൻഡ് ഇറസൊല്യൂഷൻ, ഒരു മനോവിഭ്രാന്തി, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. മനസ്സിൻ്റെ സാനിറ്റി, ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥ നഷ്ടപ്പെട്ടു പോയി. ലോത്തിങ് ഓഫ് ലൈഫ്, ജീവിതത്തോട്
ഒരു അനിഷ്ടം, വിരക്തി. മോർണിംഗ്, മാനിയ, എപ്പോഴും ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കുന്നു. മാനിയ, മാനിയ ഇവിടെ ഫുൾ ക്യാപ്സിലാണ് കൊടുത്തിരിക്കുന്നത്, ഏറ്റവും പ്രൊമനൻ്റ് ആണെന്ന് അർത്ഥം. മാനിയാക്കൽ കണ്ടീഷൻ. ഒബ്സ്റ്റിനേറ്റ്, കടുംപിടുത്തം. റെസ്റ്റ്ലെസ്നെസ്, അസ്വസ്ഥത. സാഡ്നെസ്, ദുഃഖിതാവസ്ഥ. സാഡ്നെസ് ഇറ്റാലിക്സിലാണ്. സൈലന്റ്, നിശബ്ദമായിരിക്കുന്നു. ഇൻക്ലിനേഷൻ ടു സിറ്റ് ഇൻ കംപ്ലീറ്റ് സൈലൻസ്, സമ്പൂർണ്ണ നിശബ്ദമായിട്ട് അത് ഇരിക്കാനുള്ളൊരു താല്പര്യം. ടാക്കിംഗ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ സംസാരിക്കുന്നു. അൺകോൺഷ്യസ്നസ് ഇൻ അഡ്വാൻസ് സ്റ്റേറ്റ്സ് ഓഫ് ബ്രെയിൻ ആൻഡ് മെനിഞ്ചൽ ഡിസീസ്, തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട, തലച്ചോറിൻ്റെ ആവരണമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ മോശമായ സ്ഥിതികളിൽ ആൾ ബോധരഹിതനാകുന്നു. വേർട്ടിഗോ, വെൻ റൈസിങ് ഓർ സ്റ്റൂപ്പിംഗ്, വെൻ വാക്കിംഗ്, ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുമ്പോൾ, മുന്നോട്ടായുമ്പോൾ, നടക്കുമ്പോൾ ഒക്കെ തലകറക്കം. തലയുമായിട്ട് ബന്ധപ്പെട്ട്, തലവേദനയായിട്ട് ബന്ധപ്പെട്ട് നിരവധി ലക്ഷണങ്ങളുണ്ട്. ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇതിലുണ്ടെന്നർത്ഥം. കോൺസ്ട്രക്ഷൻ ഓഫ് ദ സ്കാൽപ്പ്, ഡ്രാൻഡ്രഫ്, കോപ്പിയസ് വൈറ്റ്, തലയോടിങ്ങനെ ഞെരുങ്ങിയതുപോലെ, തലയിൽ താരൻ, ഇങ്ങനെ വല്ലാതെ ധാരാളം താരൻ, വെളുത്ത നിറത്തിലുള്ളത്. എക്സീമ, വരട്ടുചൊറി. ഹെവിനെസ് ഓഫ് ദ ഹെഡ്, ഓഫ് ദ ഫോർഹെഡ്, ഇൻ ദ ഒക്സിപ്യൂട്ട് വിത്ത് ഏക്കിംഗ് ഇൻ ട്രക്കിയ ആൻഡ് ഹാർഡ് കോഫ്. അപ്പോൾ തലയുടെ പിൻഭാഗത്ത്, ഒക്സിപ്യൂട്ടിലെ വേദന ഇറ്റാലിക്സിലാണ്, മുൻഭാഗത്ത് ഒക്കെയുണ്ട്. ട്രക്കിയയുടെ, സ്വനപേടകത്തിൻ്റെ ഭാഗത്ത് വേദനയുണ്ട്. കടുത്ത ചുമ. ഇൻ ദ ഒക്സിപ്യൂട്ട് ആസ് എ ഫുൾ ഓഫ് ലെഡ്, ഈ തലയുടെ പിൻഭാഗം ഈയം കൊണ്ട് നിറഞ്ഞു. ഈയം കൊണ്ട് വെച്ചാൽ വല്ലാത്ത ഭാരം എന്നർത്ഥം, കൂടുതൽ ഡെൻസിറ്റിയുള്ളൊരു ലോഹമാണല്ലോ. അപ്പോൾ തല ഇങ്ങനെ പിന്നാക്കം പോകും, ഈ തലയുടെ പിൻഭാഗത്ത് ഈയക്കട്ടിയുള്ളത് പോലത്തെ ഒരു ഭാരം കൊണ്ട്. ഇൻ ഒക്സിപ്യൂട്ട് ആസ് ഇഫ് ഹെഡ് വുഡ് സിങ്ക് ബാക്ക്വേർഡ്സ്, പിന്നാക്കം മറിഞ്ഞു പോകുന്നു. ഇൻ ഒക്സിപ്യൂട്ട് വിത്ത് ഹാർഡ് കഫ്, കടുത്ത ചുമയോടുകൂടിയും തലയുടെ പിൻഭാഗത്തുള്ള ഈ ഭാരം വരാം. സെൻസേഷൻ ഓഫ് ലൂസ്നെസ് ഓഫ് ദ ബ്രെയിൻ, തലച്ചോറ് ഇളകിയിരിക്കുന്ന പോലുള്ളൊരു തോന്നൽ. സെൻസേഷൻ ഓഫ് മൂവ്മെന്റ്സ് ഇൻ ദ ഹെഡ്, തലയിൽ എന്തൊക്കെയോ അനങ്ങുന്ന പോലുള്ളൊരു തോന്നൽ. പെയിൻ ദ ഹെഡ് ഇൻ ദ മോർണിംഗ് ഓൺ വാക്കിംഗ്, പ്രഭാതത്തിൽ നടക്കുമ്പോൾ തലവേദന. ഇൻ ദ ആഫ്റ്റർനൂൺ, ഈവനിങ്, ഇൻ കോൾഡ് എയർ, ഇൻ ഓപ്പൺ എയർ, വാട്സ് ഫ്രം ബൈൻഡിങ് അപ്പ് ദ ഹെയർ, തലമുടി കെട്ടിവെക്കുന്നതുകൊണ്ട് തലവേദനയുണ്ട്. സായാഹ്നത്തിലെ വേദനയാണ് ഇറ്റാലിക്സിൽ. തുറസായ വായിൽ വേദനയുണ്ട്. ആഹാരം കഴിക്കുമ്പോൾ വേദന വർദ്ധിക്കുന്നു. പരോക്സിസിൽ ഇടവിട്ട് വരുന്ന വേദന. വേർഡ്സ് ഓൺ പ്രഷർ, തലയിൽ ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ വേദന വർദ്ധിക്കും. വേർഡ്സ് ഓൺ സ്റ്റൂപ്പിംഗ്, മുന്നോട്ടായുമ്പോൾ വർദ്ധിക്കും. വേർഡ്സ് ഓൺ ടച്ച്, വേർഡ്സ് ഓൺ വാക്കിംഗ് ഇൻ ഓപ്പൺ എയർ, വേർഡ്സ് ഓൺ വൈൻ, ബെറ്റർ ഫ്രോം റാപ്പിംഗ് അപ്പ് ദ ഹെഡ്. വീഞ്ഞു കുടിക്കുമ്പോൾ മോശമാകും തലവേദന. നടക്കുമ്പോൾ തുറസായാലൊക്കെ മോശമാകും. പക്ഷേ തല ഇങ്ങനെ ചുറ്റിക്കെട്ടിയാൽ, തുണി എന്തെങ്കിലും ചുറ്റിക്കെട്ടിക്കഴിഞ്ഞാൽ മെച്ചപ്പെടും. പെയിൻ ഇൻ ഫോർഹെഡ്, നെറ്റിയിൽ വേദന. പെയിൻ ഇൻ ഒക്സിപ്യൂട്ട്, ലൈക്ക് എ വെയിറ്റ് ഹോൾഡ്സ് ലെഡ് ഫാസ്റ്റ് ടു പില്ലോ, ലൈക്ക് ഒപ്പിയം. തലയണയിൽ നിന്നും ഉയർത്താനാവാതെ തലയണയോട് ചേർത്ത് കെട്ടിയാലെന്ന പോലെ തലയുടെ പിൻഭാഗത്ത് ഭാരം. ഈ കാര്യത്തിൽ ഒപ്പിയുമായിട്ട് കമ്പാരിസൺ ഉണ്ട്. പെയിൻ ഇൻ ദ സൈഡ് ഓഫ് ഹെഡ്, ടെമ്പിൾസ്, ബോറിംഗ്, ബ്രൂയിസ്ഡ്, ബേണിംഗ് ഇൻ ഫോർഹെഡ്, കട്ടിംഗ്, നോവിംഗ് ഇൻ ഒക്സിപ്യൂട്ട്, ജേർക്കിംഗ്. ശരിക്കും പറഞ്ഞാൽ തലയുടെ എല്ലാ ഭാഗത്തും, വശങ്ങളിലും പിന്നിലും ഒക്കെ വേദനയുണ്ട്. എല്ലാ തരത്തിലുള്ള വേദനയും തലയിലുണ്ടെന്ന് അർത്ഥം. പ്രസിംഗ് പെയിൻ ഇൻ വോൾ ഹെഡ്, ഇൻ ഫോർഹെഡ്, ഔട്ട്വേർഡ്, ഇൻ ഒക്സിപ്യൂട്ട്, ഇൻ ടെമ്പിൾസ്, ഔട്ട്വേർഡ്. ഞെക്കുന്ന പോലുള്ള വേദനയും ഇതുപോലെ തലയുടെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. ഷൂട്ടിംഗ് പെയിൻ ഇൻ ഹെഡ്, ഇൻ ഒക്സിപ്യൂട്ട്. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ഹെഡ്, ഓർ സ്റ്റൂപ്പിംഗ്, ഇൻ ഫോർഹെഡ്, ഇൻ ഒക്സിപ്യൂട്ട്, ഇൻ സൈഡ്സ് ഓഫ് ഹെഡ്, ഇൻ ടെമ്പിൾസ്. അപ്പോൾ സ്റ്റിച്ചിങ് പെയിൻ, കുത്തുന്ന പോലെ, തുന്നുന്ന പോലുള്ള വേദനയും തലയുടെ എല്ലാ ഭാഗത്തും ഉണ്ട്. സ്റ്റണ്ണിംഗ് പെയിൻസ് ഇൻ ഹെഡ്, tearing pains in the head, in the forehead, in the occiput and sides of the occiput, in sides of head, in the temples, in the vortex. വേദന, എല്ലാ തരത്തിലുള്ള വേദനകളുണ്ട്. പെർസ്പിറേഷൻ ഓൺ ദ ഹെഡ്, തലയിൽ വല്ലാതെ വിയർപ്പ്. അതിവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, പെർസ്പിറേഷൻ ഓൺ ഹെഡ്. കെന്റിൻ്റെ ലിറ്ററേച്ചറിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രൊമനന്റ് സിംറ്റംസ് ആണത്. പൾസേഷൻ ഇൻ ദ ഹെഡ്, ഷോക്സ് ഇൻ ദ ഹെഡ്, തലയിൽ വിങ്ങൽ, മിന്നൽ, ഇങ്ങനെ ഞെട്ടൽ പോലെ തലയിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായതുപോലെ. കാറ്ററൽ ഡിസ്ചാർജ് വിത്ത് മിൽക്ക് വൈറ്റ് മ്യൂക്കസ് ഓർ ഗ്രീനിഷ് ഓർ യെല്ലോ പ്യൂർലെൻറ്റ്. അപ്പോൾ കഫസംബന്ധമായ ഡിസ്ചാർജസ് പൊതുവേ കാലിമൂറിൻ്റെ മിൽക്കി വൈറ്റ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ പച്ച കലർന്നതോ മഞ്ഞ കലർന്നതോ ആയിട്ടുള്ള കനത്ത കഫസ്രവങ്ങളുണ്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ദ കഞ്ചക്റ്റീവ വിത്ത് തിക്കനിങ് പസ്റ്റ്യൂൾസ് ഓഫ് ദ കോർണിയ. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കഞ്ചക്റ്റീവയിൽ, കോർണിയയിലൊക്കെ പഴുപ്പുണ്ട്, വീക്കമുണ്ട്. ബേണിംഗ് ഇൻ ദ ഐസ്, ഇൻ ദ കാന്തി, കണ്ണിൻ്റെ കടക്കണ്ണുകളിൽ രണ്ടും പൊള്ളുന്നൊരനുഭവം.
പ്രസ്സിങ്, പെയിൻ ആസ് ഇഫ് സാൻഡ് ഇൻ ദ ഐസ്, കണ്ണിൽ മണ്ണ് പോയാലെന്ന പോലുള്ള വേദന. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ഐസ്, സ്റ്റിച്ചിങ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ണിൽ കുത്തുന്ന പോലുള്ള വേദന വളരെ പ്രൊമനൻ്റ് ആണ്. ഫോട്ടോഫോബിയ, പ്രകാശത്തോട് ഭയം. പ്രൊട്രൂഷൻ ഓഫ് ദ ഐസ്, കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്നു. റെഡ്നെസ് ഇൻ ദ ഈവനിങ് വിത്ത് പെയിൻ, സായാഹ്നത്തിൽ കണ്ണുകളിൽ ചുമക്കുന്നു, വേദനയുണ്ട്. സ്റ്റാറിങ്, ഇങ്ങനെ തുറച്ചു നോക്കുന്ന തരത്തിലുള്ള ഒരു ലുക്ക് കണ്ണിന്. സോളൻ ലിഡ്സ്, കണ്ണിൻ്റെ പോളകൾ നീർവീക്കം. സ്റ്റിച്ചിങ് ഇന്നർ കാന്തൈ, അകത്തുള്ള ഉള്ളിലെ കടക്കണ്ണിൽ ഇടവിട്ട് പെട്ടെന്ന് വരുന്ന വേദന. വെസൈക്കിൾസ് ഓൺ ദ കോർണിയ, കോർണിയയിൽ പരുക്കൾ. വിഷൻ ഡിം, കാഴ്ച മങ്ങിപ്പോകുന്നു. ഡബിൾ വിഷൻ, ഇരട്ട കാഴ്ച, ദൃശ്യങ്ങൾ ഇരട്ടയായി കാണുന്നു. ലൈറ്റ്സ് ബിഫോർ ദ ഐസ് വെൻ കഫിംഗ് ഓർ സ്നീസിങ്, ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്ക് കീറ്റുമ്പോഴും ഒക്കെ കണ്ണിന് മുന്നിൽ പ്രകാശം. ഇപ്പോൾ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറയുന്നതൊക്കെ പറയില്ലേ, അതാണ് ഈ പറയുന്നത്. ലൈറ്റ്സ് ബിഫോർ ദ ഐസ്. ക്ലോഷർ ഓഫ് ദ യൂസ്റ്റേഷൻ ട്യൂബ്സ്, ചെവിയും തൊണ്ടയും ബന്ധിപ്പിക്കുന്ന കുടൽ അടഞ്ഞു പോയതുപോലെ. ഡിസ്ചാർജ് ഫ്രം ഇയേഴ്സ് ഓഫ് മിൽക്ക് വൈറ്റ് മ്യൂക്കസ്, പാല് പോലെ വെളുത്ത കഫം ചെവിയിൽ നിന്ന് വരുന്നു. ഡ്രൈ കാറ്റാർ ഓഫ് ദ മിഡിൽ ഇയർ, ദ ഇയേഴ്സ് ആർ ഹോട്ട്, മധ്യകർണത്തിൽ കാതിൻ്റെ മധ്യഭാഗത്ത് വരണ്ട കഫം, ചെവി ചൂടായിരിക്കുന്നു. സ്റ്റിച്ചിങ് ഇൻ ദ ഇയേഴ്സ്, ചെവിയുടെ അകത്ത് കുത്തുന്ന പോലെ വേദന. നോയ്സസ്, ബസ്സിങ്, ക്രാക്കിംഗ് ഓൺ ബ്ലോയിങ് നോയ്സ് ആൻഡ് ഓൺ സോളോവിങ്, മൂക്ക് ചീറ്റുമ്പോഴും ആഹാരം വിഴുങ്ങുമ്പോഴും ഇങ്ങനെ മൂളുമ്പോഴും ഒക്കെ പല ശബ്ദങ്ങൾ കേൾക്കുന്നു, ഇങ്ങനെ ബസ്സിങ് സൗണ്ട് കേൾക്കുന്നു. റിവർബറേഷൻസ്, ഇങ്ങനെ പ്രതിധ്വനി, ശബ്ദം പ്രതിധ്വനിക്കുന്ന പോലെ. റിങ്ങിങ്, മണിനാദം പോലെ. റോറിങ്, ഇരമ്പുന്ന ശബ്ദം, ഗാനം കേൾക്കുന്ന പോലെ. സ്നാപ്പിംഗ്, വെട്ടിമുറക്കുന്ന പോലെ. ടിക്ലിങ്, ഇക്ലിടുന്ന പോലെ. വിസിങ്, എല്ലാ തരത്തിലുള്ള ശബ്ദങ്ങളും ഒക്കെ ചെവിയിലുണ്ട്. പെയിൻ ഇൻ ദ ഇയർ ബിഹൈൻഡ് ദ ഇയർ, ചെവിയുടെ പിൻഭാഗത്തും ഉൾഭാഗത്തും വേദന. ഡ്രോവിങ്, പ്രസ്സിങ്, സ്റ്റിച്ചിങ് ബിഹൈൻഡ് ദ ഇയർ, വേദനയും ചെവിയുടെ പിന്നിലും അകത്തുള്ള വേദനയും എല്ലാ തരത്തിലുമുണ്ട്. ടിയറിങ് ബിഹൈൻഡ് ദ ഇയർ, ചെവിയുടെ പിൻഭാഗം ഇങ്ങനെ വലിച്ചു കീറുന്ന പോലുള്ള വേദന. പൾസേഷൻ ബിഹൈൻഡ് ദ ഇയർ, ചെവിയുടെ പിൻഭാഗത്ത് ഇങ്ങനെ വിങ്ങൽ. ടിംഗ്ലിങ് ഇൻ ദ ഇയേഴ്സ്, ട്വിച്ചിങ്. ഹിയറിങ് അക്യൂട്ട്, ഫോർ നോയ്സ്, ഫോർ വോയിസസ് ഇമ്പയർഡ്, ചെവിയിലും എല്ലാത്തരം ശബ്ദങ്ങളുണ്ട്, സ്പന്ദനങ്ങളുണ്ട്, വലിച്ചുകോച്ചലുകളുണ്ട്. കേൾവി, ചില ശബ്ദങ്ങളോട്, ഒച്ചകളോട്, നല്ല ശബ്ദങ്ങൾ ഒച്ചകളോട് കൂടുതൽ സെൻസിറ്റീവാണ്, കൂടുതൽ വ്യക്തമായിട്ടത് കേൾക്കും. ഇനി കേൾവി ഇല്ലാത്ത അവസ്ഥയുണ്ട്. നാസൽ കാറ്റാർ, ഡിസ്ചാർജ് കോപ്പിയസ്, എസ്കോറിയേറ്റിംഗ്, പ്യൂർലൻറ്റ്, തിക്ക്, വൈറ്റ്, മിൽക്ക് വൈറ്റ്, വിസിഡ്, യെല്ലോ, പൊസ്റ്റീരിയർ നെയേഴ്സ്. അപ്പോൾ മൂക്കിൽ നിന്നുള്ള കഫവും എല്ലാ തരത്തിലുമുണ്ട്, വളരെയധികമായിട്ടുണ്ട്. ആ കഫം സ്പർശിക്കുന്ന ഭാഗങ്ങളിൽ തൊലി ദ്രവിച്ചു പോകാം. വെള്ള നിറത്തിലുണ്ട്, മിൽക്കി വൈറ്റ് ഉണ്ട്, യെല്ലോയും ഒക്കെ ഉണ്ട്. കൊറൈസ വിത്ത് കഫ്, ഫ്ലുവൻറ്റ്, ഡ്രൈ, തിക്ക് ആൻഡ് മിൽക്ക് വൈറ്റ് ഡിസ്ചാർജ്. സാധാരണ ജലദോഷത്തിലും മിൽക്കി വൈറ്റ്നെസ് ഉണ്ട്, വരണ്ടതുണ്ട്, തിക്കായിട്ടുള്ളുണ്ട്. ഡ്രൈനെസ് ഇൻ ദ നോസ്, മൂക്ക് വരണ്ടിരിക്കുന്നു. എപ്പിസ്റ്റാക്സിസ് ഇൻ ദ ഫോർനൂൺ, ഈവനിങ്, ഉച്ചയ്ക്ക് മുമ്പും സായാഹ്നത്തിലും മൂക്കിൽ നിന്ന് രക്തസ്രാവം. ഇച്ചിങ് ഇൻ ദ നോസ് ഈസ് ഒബ്സ്ട്രക്റ്റഡ് വിത്ത് മ്യൂക്കസ്, മൂക്കിൽ ചൊറച്ചിൽ, കഫം വന്ന് മൂക്ക് അടഞ്ഞിരിക്കുന്നു. ഫ്രീക്വൻറ്റ് സ്നീസിങ്, ഇടയ്ക്കിടയ്ക്ക് ചീറ്റൽ, തുമ്മലൊക്കെ ഉണ്ട്. നോക്കുക എത്രമാത്രം ലക്ഷണങ്ങളുടെ സമൃദ്ധി, അതുകൊണ്ട് എല്ലാത്തരം ലക്ഷണങ്ങളും ഉണ്ടെന്ന് പറയാം. ഇത്തരം ഔഷധങ്ങൾ നമുക്ക് പ്രാക്ടീസിൽ ധാരാളം ഉപകരിക്കും. ഇത് ബയോകെമിക് തെറാപ്പിയിലും കാലിമോർ വളരെ ഉപകരിക്കുന്ന, ചുമയിലും ഡ്രൈ കോഫിലും മറ്റുമൊക്കെ വളരെയധികം ഉപകരിക്കുന്നൊരു ഔഷധമാണ്. അതുകൊണ്ട് നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കാം. ഇതിലുള്ള തുടർന്നുള്ള ഭാഗങ്ങൾ, കൂടുതൽ അറിവുകൾ തുടർന്നുള്ള എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.